ജനങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കൊല്ലങ്ങൾ പഠിച്ചാലും ഇത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഇത് ലോകത്തെ ഒരു അത്ഭുത സംഭവമാണ് മെഹറാജ്. മെഹറാജ് മിൻ ഖസായിസിൻ നബിയിൽ മുസ്തഫ, നബിയുടെ മാത്രം പ്രത്യേകതയാ. അപ്പോൾ ഇബ്രാഹിം നബിക്ക് ഈ പ്രത്യേകത ഇല്ലുണ്ട്. വകദാലിക നുരീ ഇബ്രാഹിമ മലകൂത സമാവാത്, ആകാശ ലോകത്തിന്റെ അത്ഭുതങ്ങളെ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ആർക്ക്? ഇബ്രാഹിം നബിക്ക്. ആ അത്ഭുതങ്ങളോ നബിയുടെ അത്ഭുതത്തിലേക്ക് ഉയർത്തി നോക്കിയാൽ ഒന്നുമല്ല. എന്തെങ്കിലും ആണെങ്കിൽ ഇവിടെ നുരിയഹൂമിനായാത്തിനാണ് പറയില്ലാന്ന് മാത്രമല്ല, വമിൻ ഖസായിസിൻ നബിയിൽ മുസ്തഫ, നബി കണ്ട മെഹറാജ് നബിയുടെ മാത്രം പ്രത്യേകതയാണ്. വേറെ ഒരാൾക്ക് ആ മെഹറാജ് അള്ളാഹ് തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇബ്രാഹിം മലക്കൂട്ട സമാവ, ആകാശത്തിന്റെ രഹസ്യ ലോകങ്ങൾ അള്ളാഹ് തുറന്നു കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഇബ്രാഹിം നബിക്ക്. ആ ലോകമൊന്നും നബി പോയ ലോകത്തേക്ക് ചേർത്ത് നോക്കിയാൽ ഇബ്രാഹിം നബിയുടെ ലോകം ഒന്നുമല്ല. മനസ്സിലായില്ലേ? ഇബ്രാഹിം നബിയുടെ ലോകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ മുത്തുനബിന്റെ ലോകം മനസ്സിലാക്കാൻ കഴിയുന്നു? മുത്ത് മുഹമ്മദ് മുസ്തഫ. വളരെ ചിന്തിക്കണം. അന്ന് നമുക്ക് കിട്ടിയ സമ്മാനമാണ് എന്ത്? പറ, അതാണ് ഇനി പറയേണ്ടത്. അന്ന് നമുക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഏതാണ് ആ സമ്മാനം? അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ എന്ന് മുഹമ്മദ് മുസ്തഫ. നിസ്കാരം ഉണ്ടായാ ഇവിടുന്നാണ് വിടും. ആ ലോകം പിന്നെ ഒരാൾക്ക് അനുഭവിക്കാനേ, വേറൊരാളെ നിസ്കാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ ഇനി എൻ്റെ കൂടെ പോയി. ഒരു മനുഷ്യനും അള്ളാഹും തമ്മിലുള്ള രഹസ്യ ലോകമാണ് എന്ത്? നിസ്കാരം. നിസ്കാരത്തിൽ ഒരാൾക്ക് എവിടെ എത്താൻ കഴിയും? ആത്മീയമായി പോവും. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. യുദ്ധത്തിൽ തറച്ച അമ്പ്, ആഴത്തിൽ തറച്ച അമ്പ് വലിച്ചെടുത്തിരുന്നു സ്വഹാബികൾ. വഹുവ ഫിസ്സലാ, യോദ്ധാവ് നിസ്കാരത്തിലാകവേ. വഹുവ ലാ യശ്ഉറു അൻഹാ ലാ യശ്ഉറു അൻഹാ, ഈ പറിച്ചെടുക്കുന്ന വിവരം ഈ മനുഷ്യൻ അറിയുകയുമില്ല. റസൂലുള്ളാഹി അവിടെ പോയതുപോലെ അയാൾ ഇവിടെ പോവുക, വേറൊരു പോക്ക്. മനസ്സിലായില്ലേ? അത് അയാളെ ഇഖ്ലാസാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്സലാത്ത് മിഅ്റാജുൽ മുഅ്മിനീൻ. മിഅ്റാജിൽ നിന്ന് ദുനിയാവിലേക്ക് കിട്ടിയതാണ് നിസ്കാരം. നിസ്കാരത്തിന്റെ ആഴം അടക്കാൻ കഴിയുകയില്ല. സഹ്ൽ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, സൂഫി ലോകത്ത് മഹാനാണ് സഹ്ൽ ബിൻ അബ്ദുല്ലാഹ്. ഉറക്കപ്പറ, അള്ളാന്റെ ഔലിയാക്കളിൽ മഹാനാണ് സഹ്ൽ ബിൻ അബ്ദുല്ലാഹ്. ലോകം കണ്ട മഹാ ഔലിയാക്കളിൽ നേതാവാണ് സഹ്ൽ ബിൻ അബ്ദുല്ലാഹ്. ദുനിയാവിനെ ഞാൻ നിസ്കാരത്തിന് വേണ്ടി അല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് ആലോചിക്കുമ്പോൾ നിസ്കാരത്തിന്റെ രസം ആലോചിച്ചിട്ടല്ലാതെ ഞാനതിൽ വേദനിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. ഉറക്കം പറ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നിങ്ങൾ ആലോചിക്കുക, മിഅ്റാജിന് കിട്ടിയ സംഗതിയാണ് നിസ്കാരം. ആ നിസ്കാരം എന്താ? അത് അവനവന്റെ ഇഖ്ലാസ. അതിലാണ് കയറി കഴിഞ്ഞാൽ നമ്മൾ എവിടെയോ എത്തും. നമുക്ക് അതിന് മാത്രം എന്തുണ്ടെങ്കിൽ പറ, എന്തുണ്ടെങ്കിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ എവിടെയോ എത്തും. നിസ്കാരത്തിൽ ഒരു അടിമ എവിടെയോ എത്തും. ചിന്തിക്കണം. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ. ഈ മിഅ്റാജിന്റെ രാത്രി നമുക്ക് കിട്ടിയതാണ് നിസ്കാരം. അല്ലാതെ കൊല്ലം നിങ്ങൾ കേൾക്കുന്ന മിഅ്റാജ് തന്നെയാണ്. അതിനപ്പുറം മിഅ്റാജ് എനിക്ക് പറയാൻ കഴിയൂല. അതെന്നെ ഞങ്ങളോട് പറയുന്നില്ല. നമ്മൾ ഈ കേട്ടതൊന്നും അല്ല മിഅ്റാജ് എന്നാണ് ഞാൻ പറഞ്ഞത്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമിൻ كما سرى البدر في داج من الظلم وبتت ترقى إلى أم نلت منزلة من قاب قوسين لم تدرك ولم ترمي مولاي صل وسلم.
للخلق كلهم وبت ترقى إلى أن نلت منزلة من قاب قوسين. ഒരു പ്രത്യേക ലോകത്തേക്ക് പോയി ഖബ് ഖൗസൈൻ. കൊല്ലങ്ങളിരുന്നാലും പഠിച്ചാൽ തീരാത്തതാണ് ഖബ് ഖൗസൈൻ. അവിടേക്കാണ് പോയി മുഹമ്മദ് മുസ്തഫ. ഒരു നബിയും അവിടെ എത്തിയിട്ടില്ല, ഒരു മലക്കും അവിടെ എത്തിയിട്ടില്ല. അവിടെ എത്താൻ ഒരു നബിയും കൊതിച്ചിട്ടില്ല, ഒരു മലക്കിനും അവിടെ എത്താൻ കൊതിച്ചിട്ട് കാര്യമില്ല. ഖാബ് ഖൗസൈൻ എന്ന ലോകത്തേക്ക് അടുത്തപ്പോൾ സയ്യിദുനാ ജിബ്രീൽ നിന്ന് ഫവഖഫ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന്. എന്നിട്ട് ഹബീബായ നബിയോട് പറഞ്ഞു, നബിയേ ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്സിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വസൽ. ആരാ ചൊല്ലിയത് ഈ ബൈത്ത്? ചൊല്ലിയത് എഴുതിയത് ഞാനല്ല, ഉമർ ഖാളി. ദഅനി തഖദ്ദം സയ്യിദുനാ ജിബ്രീൽ. ജിബ്രീൽ പറഞ്ഞ വാക്ക് ഉമർ ഖാളി ഉദ്ധരിക്കുക. ഉമർ ഖാളി പാപ്പയുടെ ബൈത്താ. ആര് പറഞ്ഞ വാക്ക്? ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനോട് ആ രാത്രി പറഞ്ഞതാ, ഞാൻ അവിടെ നിൽക്കട്ടെ, നീ പോയിക്കോളി, അതിനപ്പുറത്തേക്ക് പോകാൻ എനിക്ക് കഴിയില്ല. ദഅനി തഖദ്ദം ചൊല്ലി. അതൊക്കെ അറിയണവർ ഈ കൂട്ടത്തിലുണ്ടല്ലോ. ഒരു മുബാറക്കായ ബൈത്തല്ലേ. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ദഅനി നബിയെ, ഞാൻ ഇവിടെ നിന്നോട്ടെ. തഖദ്ദം, നിങ്ങൾ മുന്നോട്ട് പോയിക്കോളി, എനിക്ക് മുന്നോട്ട് ഇനി പോകാൻ കഴിയുകയില്ല. ആര് പറഞ്ഞേ? മഹാനായ സയ്യിദുനാ ജിബ്രീൽ. അപ്പോൾ ആ ലോകം ഏതായിരിക്കും? യാ ഹബീബി, എന്റെ നബി, യാ ഹബീബായ നബിയെ ലാ തഖഫ്, നിങ്ങൾക്ക് പേടിക്കേണ്ട, നിങ്ങൾക്ക് അവിടെ പോകാം. എനിക്കവിടെ പോകാൻ പറ്റൂല, ഞാൻ കരിഞ്ഞു പോവും. അവിടേക്ക് കാല് ചവിട്ടിയാ ഞാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് അവിടെ പേടിക്കാതെ പോകാം. നിങ്ങൾ അള്ളാഹുവിന്റെ അവ്വലു നൂറല്ലേ, നിങ്ങളെ നൂറിൽ നിന്നല്ലേ നമ്മൾ ഉണ്ടായത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അബ്ശിർ തുനാജി റബ്ബകൽ ഓദേ അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അവിടെ പോയി അള്ളാഹിനോട് പ്രത്യേകമായി സംഭാഷണം നടത്തിക്കോളി. എനിക്കതിനുള്ള അർഹതല്ല. എനിക്കവിടെ പോയി സംഭാഷണം നടത്താനുള്ള അർഹതയില്ല. ആര് പറഞ്ഞു? സയ്യിദുനാ ജിബ്രീൽ. അങ്ങനെ ഇവിടെ എഴുതി വെച്ച മഹാനാണ് മഹാനായ ഉമർ ഖാളി. ഉമർ ഖാളി എഴുതി വെച്ചതാണ്, ഇന്നുള്ള ഒരാൾ എഴുതി വെച്ചല്ല. ഇന്നിപ്പോൾ എന്നെ പോലത്തെ ഒരാൾ എഴുതി വെച്ചാണെങ്കിൽ ആ മൂല്യർക്ക് തെറ്റിയതാവെന്ന് വിചാരിക്കുക. ഇതാര് എഴുതിയതാണ്? പറയും മനുഷ്യന്മാരെ, ഉമർ ഖാളി മഹാനാണ് എന്ന കാര്യത്തിൽ ഒരു വിഭാഗത്തിനും കേരളത്തിൽ തർക്കമുണ്ടാവില്ല. കേരളത്തിൽ ഉമർ ഖാളി മഹാനാണെന്ന് പറയാത്ത ഒരു മുസ്ലിം വിഭാഗം ഉണ്ടാവില്ല. ഇനി വല്ല ചേകനൂരുണ്ടെങ്കിൽ അതൊക്കെ പഠിക്ക് പുറത്തുമാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഏതെങ്കിലും ഒരു മുജാഹിദോ ജമാഅത്തോ ഒന്നും ഉമർ ഖാളി മഹാനാണെന്ന കാര്യത്തിൽ അവർക്കൊന്നും തർക്കം ഉണ്ടാവില്ല. കാരണം അതൊക്കെ എല്ലാവരും അംഗീകരിക്കണ കാര്യം. ഉമർ ഖാളി വലിയ മഹാനായിരുന്നു. അവരെഴുതിയ ബൈത്ത. ആ രാത്രി ജിബ്രീൽ പറയാണ് ആരോട്? റസൂലുള്ളാഹിനോട്. ഒരു കൊല്ലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രികൾ 15 അതിൽപ്പെട്ട രാത്രിയാണ് അല്ലാഹുമായി കേന്ദ്രത്തിൽ ഹബീബായ നബി മുനാജാത്ത് ചെയ്ത രാത്രി. ഒരു കൊല്ലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രികൾ 15 അതിൽ 2 രാത്രികളുണ്ട്. 2 രാത്രികളുണ്ട് റജബില്. ഒന്ന് റജബ് 1 രാത്രി, ഒന്ന് റജബ് 27 രാത്രി. റജബ് 1 രാത്രി ഏതാ? അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മയും ബാപ്പയും വീട്ടിൽ കൂടിയ രാത്രിയാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഉണ്ടായത് അങ്ങനെയല്ലേ? അള്ളാഹിന്റെ ഹബീബിന്റെ ഉമ്മയും ബാപ്പയും മഹദിയായ ആമിന റളിയല്ലാഹു അൻഹാ, അവരും മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, രണ്ടാളും ഇതാ വിവാഹിതരായി വീട്ടിൽ കൂടിയ രാത്രിയാണ്. ആ രാത്രിയാണ് റജബിലെ ആദ്യത്തെ രാത്രി. റജബ് 27 രാത്രി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ജിബ്രീൽ ഈ വാക്ക് പറഞ്ഞ രാത്രിയാണ്.
യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഉറക്കപ്പറ അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മളെ പേര് ഉമ്മത്തി എന്നീന്ന് വെട്ടാതിരിക്കട്ടെ. അത് മതി, നമ്മളെ പേര് വെട്ടരുത്. എവിടുന്ന്? ഉമ്മത്ത് മുഹമ്മദ്. അതിന് നമ്മളെ പേര് വെട്ടാതെ അള്ളാഹു താല അള്ളാഹിന്റെ ഹബീബിനെ ഇത്തിബാ ചെയ്ത ഉമ്മത്തിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനുവേണ്ടി ദ്വാരക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടുന്നില്ല, ചിന്തിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയൂല. എന്തുകൊണ്ട്? സയ്യിദുനാ ജിബ്രീലിന് പോലും ആ ലോകത്തേക്ക് പ്രവേശനമില്ല. ആ ലോകത്ത് ഇബ്രാഹിം നബി പോലും പോയിട്ടില്ല. അതുകൊണ്ട് ലിനുരിയഹു മിൻ ആയാതിനാ അർത്ഥം വെക്കാൻ ഒരു മുസ്ലിംക്ക് കഴിയുകയില്ല. പിന്നെ വലിയ വലിയ ആരിഫീങ്ങൾ ശംസുൽ ഉലമയെ പോലെ മഹാന്മാരുണ്ടാവും. അവർ നമ്മളോട് പറയൂല. എന്തുകൊണ്ട്? നമുക്കത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. മനുഷ്യന്റെ അഖൽ അനുസരിച്ച് അവരോട് സംസാരിക്കാൻ പാടുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അവിടെ വെച്ച് മുത്ത് റസൂലുള്ളാഹിക്ക് അള്ളാഹു കൊടുത്ത സമ്മാനമാണ് എന്ത്? നിസ്കാരം. അത് നമ്മുടെ മെഹറാജ്. നമ്മുടെ മെഹറാജ് നിസ്കാരമാണ്. ആ നിസ്കാരം കിട്ടിയത് ആ രാത്രിയാണ്. മുഅ്മിനെ ചിന്തിക്കണം. രണ്ട് നിലയ്ക്ക് ഇവിടെ പ്രത്യേകതയുണ്ട്. ഒന്ന് റജബാണ്. റജബ് എന്ന റജബ് ഷഹറുല്ലാഹ്, റജബ് അള്ളാഹുവിന്റെ മാസമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്ന ഫിൽ ജന്നത്തിൽ ലനഹറൻ യുസമ്മാ റജബ്, റജബ് എന്ന പേരിലുള്ള ഒരു പുഴ സ്വർഗത്തിലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു പ്രധാനപ്പെട്ട പുഴയുണ്ട് സ്വർഗത്തിലെ പേര് റജബ് എന്നാണ്. റജബിനെ ബഹുമാനിക്കുന്നവര് ആ പുഴയിൽ നിന്ന് കുടിക്കുമെന്ന് സഖാഹുല്ലാഹു മിൻ നഹരി റജബ്. റജബിനെ ഒരാൾ ബഹുമാനിച്ച മുഅ്മിനെ ആ പുഴയിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല ആ പുഴയിൽ നിന്ന് കുടിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. റജബിന്റെ എന്ന പുഴയിൽ നിന്ന് കുടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലെ ഒരു പുഴയാണ് ഏത്? പറ ഏത്? റജബ്. മൻ അല്ലമ റജബ്, റജബിനെ ഒരാൾ ബഹുമാനിച്ചാൽ സഖാഹുല്ലാഹ്, അല്ലാഹു തആല അവനെ കുടിപ്പിക്കും. ഏത് പുഴയെന്ന്? റജബ്. അല്ലാഹു തആല ഖവാസ് ഇബാദില്ല, അല്ലാഹുവിന്റെ പ്രത്യേകക്കാർ കുടിക്കുന്ന പുഴയാണ് ഏത്? റജബ്. അല്ലാഹു അതിനെ നമ്മൾ കുടിപ്പിക്കട്ടെ. ഉറക്കെ പറയ അല്ലാഹു അതിനെ നമ്മളെ കുടിപ്പിക്കട്ടെ. ഉറക്കാമീൻ പറയ അല്ലാഹു അതിനെ നമ്മളെ കുടിപ്പിക്കട്ടെ. ഇമാം ബൈഹഖി അടക്കമുള്ള മഹാന്മാർ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല അതിനെ നമ്മളെ കുടിപ്പിക്കട്ടെ. അല്ലാഹു അതിനെ നമ്മളെ കുടിപ്പിക്കട്ടെ. അല്ലാഹു അതിൽ നിന്ന് നമ്മെ കുടിപ്പിക്കട്ടെ. അല്ലാഹു റജബ് എന്ന പുഴയിൽ നമ്മളെ കുടിപ്പിക്കട്ടെ. മനസ്സ് തുറന്നാമീൻ പറ. അല്ലാഹ് ആ റജബിൽ നിന്ന് ഞങ്ങളെ നീ കുടിപ്പിക്കണമേ റബ്ബേ.